പ്രിയ VLE-കളെ, ഇന്ന് നമ്മൾ ഡിജിറ്റൽ സേവാ പോർട്ടൽ വഴി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കും. ആദ്യം www.digitalseva.csc.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ടാക്സ് പേയ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ടാക്സ് ജീനിയസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സ് ഫയലിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ലോഗിൻ പേജിലേക്ക് എത്തും. ഇവിടെ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യലുകളും ക്യാപ്ചയും നൽകി സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫോമിൽ അപേക്ഷകന്റെ എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധയോടെ പൂരിപ്പിക്കണം. അതോടൊപ്പം അപ്ഡേഷനുകൾക്കായി VLE-യുടെ മൊബൈൽ നമ്പർ നൽകേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ VLE ഹെൽപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലഭ്യമായ പരിശീലന മെറ്റീരിയലുകളും മാർക്കറ്റിംഗ് മെറ്റീരിയലുകളും ഉപയോഗിച്ച് സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ എങ്ങനെ നടത്താം എന്ന് നോക്കാം. ഇവിടെ അപേക്ഷകന്റെ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. ഉദാഹരണത്തിന് പേര്, പിതാവിന്റെ പേര്, വിലാസം, പിൻകോഡ്, പാൻ നമ്പർ, ജനനത്തീയതി, അപേക്ഷകന്റെ മൊബൈൽ നമ്പർ, അപേക്ഷകന്റെ ഇമെയിൽ ID, അപേക്ഷകൻ ശമ്പളം വാങ്ങുന്നവനോ പെൻഷൻകാരനോ ആണെങ്കിൽ സാലറിഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവർ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ബിസിനസ്സുകാരനോ ആണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നീട് സംസ്ഥാനവും അസസ്മെന്റ് വർഷവും തിരഞ്ഞെടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടും ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടും ടാക്സ് ജീനിയസ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ആവശ്യമുണ്ടെങ്കിൽ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. TDS റീഫണ്ടിന് മാത്രം ഫയൽ ചെയ്യുകയാണെങ്കിൽ നോ തിരഞ്ഞെടുക്കുക. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് ആവശ്യമായതിനാൽ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനി VLE-യുടെ മൊബൈൽ നമ്പർ, അപേക്ഷകന്റെ ആധാർ വിശദാംശങ്ങൾ, ബാങ്ക് വിശദാംശങ്ങൾ ഇവ പൂരിപ്പിക്കുക. പിന്നീട് ITD പോർട്ടൽ പാസ്വേഡ് നൽകുക. നിങ്ങൾ പാസ്വേഡ് മറന്നുപോയെങ്കിൽ രജിസ്റ്റർ ഓർ റീസെറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് പുതിയ പാസ്വേഡ് സൃഷ്ടിക്കാം. ഇതിനുശേഷം ടേൺ ഓവർ സംബന്ധിച്ച ഓപ്ഷനുകൾ പ്രത്യക്ഷപ്പെടും. ടേൺ ഓവർ 20 ലക്ഷത്തിന് താഴെയോ മുകളിലോ ആണെങ്കിൽ താഴെ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ശമ്പളമില്ലെങ്കിൽ 0 നൽകുക. ബിസിനസ് വരുമാനത്തിൽ 7 ലക്ഷം വരെ നികുതി ബാധകമല്ല. അതിനാൽ ഉദാഹരണമായി ഞങ്ങൾ 5,80,000 നൽകുന്നു. അധിക വരുമാനമുണ്ടെങ്കിൽ അത് അഡീഷണൽ ഇൻകം വിഭാഗത്തിൽ നൽകുക. അപേക്ഷകൻ സ്വയം തൊഴിൽ ചെയ്യുന്നവനാണെങ്കിൽ ബിസിനസിന്റെ പേര് നൽകുക. ശമ്പളം വാങ്ങുന്നവനാണെങ്കിൽ ഫോം 16 അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഇത് ആവശ്യമില്ല. ഇവിടെ VLE-ക്ക് എത്ര കമ്മീഷൻ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് കാണാം. ഒരു ട്രാൻസാക്ഷനിൽ VLE-ക്ക് 40% വരെ കമ്മീഷൻ ലഭിക്കും. ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം CSC പേയ്മെന്റ് പേജിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടും. ഇവിടെ CSC പാസ്വേഡ് നൽകി വെരിഫൈ ചെയ്യുക. പിന്നീട് വാലറ്റ് പിൻ നൽകുക. പിന്നീട് സെൻഡ് എനിവേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് രസീത് ലഭിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ടാക്സ് ജീനിയസ് വഴി എളുപ്പത്തിൽ ITR ഫയൽ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ജീനിയസിനെ ബന്ധപ്പെടാം. ഇതുവരെ ടാക്സ് ജീനിയസ് ഉപയോഗിച്ച് ITR ഫയലിംഗ് പ്രക്രിയ എളുപ്പവും സ്മാർട്ടുമാക്കാൻ നാം പഠിച്ചു. എന്നാൽ ഇപ്പോൾ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പ്രത്യേകമായ എന്തെങ്കിലും ചെയ്യാനോ സമയമായി. 2025 ഏപ്രിൽ 1 മുതൽ 2025 ഒക്ടോബർ 31 വരെ ടാക്സ് ജീനിയസ് നിങ്ങൾക്കായി സൂപ്പർ ധമാക്ക ഓഫർ കൊണ്ടുവരുന്നു. ഓരോ VLE-ക്കും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരം നൽകുന്ന ഒരു മത്സരം. അതിനാൽ ഈ അതിശയകരമായ ഓഫറിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് കേൾക്കൂ. 10 ITR-കൾ ഫയൽ ചെയ്യൂ, 5 ഗ്രാം വെള്ളി നാണയം നേടൂ. 50 ITR-കൾ ഫയൽ ചെയ്യൂ, OnePlus ബഡ്സിലൂടെ നിങ്ങളുടെ ചെവികൾ വിശ്രമിക്കട്ടെ. 75 ITR-കൾ ഫയൽ ചെയ്യൂ, 3000 ആമസോൺ ഗിഫ്റ്റ് കാർഡ് നേടൂ, ഷോപ്പിംഗിന് തയ്യാറാകൂ. 100 ITR-കൾ ഫയൽ ചെയ്യൂ, 5000 SBI ഗിഫ്റ്റ് കാർഡുകൾ നേടൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റൂ. 250 ITR-കൾ ഫയൽ ചെയ്യൂ, എപ്സൺ കളർ പ്രിന്റേഴ്സ് വഴി നിങ്ങളുടെ ഓഫീസ് അലങ്കരിക്കൂ. 500 ITR-കൾ ഫയൽ ചെയ്യൂ, 1 ടൺ AC നേടൂ, ചൂടിനോട് വിട പറയൂ. 800 ITR-കൾ ഫയൽ ചെയ്യൂ, 60,000 HDFC ഗിഫ്റ്റ് കാർഡുകൾ നേടൂ. വലിയ സമ്മാനം, വലിയ ശക്തി. 1000 ITR-കൾ ഫയൽ ചെയ്യൂ, 1 ലക്ഷം SBI ഗിഫ്റ്റ് കാർഡിൽ നിങ്ങളുടെ പേരുണ്ടാകും. ഇത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സുവർണാവസരം. നന്ദി.